സിസ്റ്റർ, പേഷ്യന്റ് കണ്ണുറന്നെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. വീണ്ടും മയങ്ങി. നല്ല അവശതയുണ്ട്, തളർച്ചയും. ഇത് ഞാൻ കല്യാണിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതിന്റെ പ്രസാദ. ഞാനിതൊന്ന് ഇവളുടെ നെറ്റി തൊട്ടോട്ടെ. അതിനെന്താ? മോനെ, എഴുന്നേൽക്കൂ. ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. തൻ്റെ ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഭഗവാൻ ഒരിക്കലും അവഗണിക്കില്ല. ഈ കുങ്കുമം നിന്റെ ഭാര്യയുടെ നെറ്റിയിൽ നീ തന്നെ തൊടണം. അവളുടെ രോഗശമനം നിശ്ചയമാണ്. ഈ പ്രസാദം തൊട്ട ഉടനെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അത് ഉറപ്പാണ്. ധൈര്യമായി പോയി വരൂ. നിന്നെ സ്നേഹിക്കുന്നവൾ നിന്നെ കാത്തിരിക്കുന്നത് നീ കാണും. എന്തു പറ്റി? നീ എന്താ ഈ അവസ്ഥയില്? ചിന്നുവിന്റെ അസുഖം ഭേദമാകണമെന്നും അവൾ സുഖം പ്രാപിക്കണമെന്നും പറഞ്ഞ് ശിവക്ഷേത്രത്തില് 108 ശയന പ്രദർശനം നടത്തിയായിരുന്നു. അതിന്റെ ക്ഷീണ അത്രേ ഉള്ളൂ. എന്താ മോനെ ഇത്? അവളുടെ അസുഖം ഭേദമാവുമ്പോ മൗന ആശുപത്രി കയറി കിടക്കാനാണോ നോക്കുന്നേ? എനിക്കെന്തു പറ്റിയാലും സാരില്ല ചന്ദ്രാമേ. ചിന്നു സുഖം പ്രാപിക്കണം. അസുഖമെല്ലാം ഭേദമായി അവള് പഴയതുപോലെ തിരിച്ചു വരണം. എനിക്കത്രേ ഉള്ളൂ. മഹി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചിന്നുവിന്റെ അസുഖം ഭേദമായ ഡോക്ടർ. അവള് രക്ഷപ്പെടൂ. പേഷ്യന്റ് അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു 48 മണിക്കൂർ അവളെ ഒബ്സർവേഷന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്ചാർജിനെ പറ്റി ആലോചിക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ചന്ദ്രാമേ, ഈ പ്രസാദം ചിന്നുവിനും തൊടിയിക്കാമോ? ചിന്നുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ടതും പോരാടിയതും മോനാണ്. അതുകൊണ്ട് ഈ പ്രസാദം ചിന്നുവിന്റെ നെറ്റിയിൽ അണിയിക്കാനുള്ള അർഹതയും മോനാ ഉള്ളത്. മോൻ തന്നെ അകത്ത് പോയി ചിന്നുവിനെ പ്രസാദം തൊടിയിക്കണം. ഡോക്ടർ, മഹിയൊന്ന് കല്യാണിയെ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് നൗ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. ഇപ്പോ നമ്മൾ ആ കുട്ടിയെ ഒബ്സർവേഷന് വെച്ചിരിക്കുകയാണ്. അവൾക്ക് അധികം സ്ട്രെയിൻ കൊടുക്കരുത്. അല്ലാതെ പേഷ്യന്റിനെ കാണുകയോ സംസാരിക്കുകയോ എന്ത് വേണം ചെയ്യാം. ശരി, മോനകത്തേക്ക് പൊയ്ക്കോ. എല്ലാവരും കൂടി ഇപ്പൊ അകത്ത് കയറി ചിന്നുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല.
സിസ്റ്റർ, പേഷ്യന്റ് കണ്ണുറന്നെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. വീണ്ടും മയങ്ങി. നല്ല അവശതയുണ്ട്, തളർച്ചയും. ഇത് ഞാൻ കല്യാണിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതിന്റെ പ്രസാദ. ഞാനിതൊന്ന് ഇവളുടെ നെറ്റി തൊട്ടോട്ടെ. അതിനെന്താ? കുറെ കഷ്ടപ്പെട്ടില്ല ചിന്നു. ചിന്നുവിന്റെ എല്ലാ കഷ്ടപ്പാടുകളും ഇതോടെ അവസാനിച്ചെന്ന് കരുതാം. ഇനി ഒരിക്കലും നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ചിന്നു, നിന്റെ സിന്ദൂരരേഖയിൽ അധികം വൈകാതെ എനിക്ക് സിന്ദൂരം അണിയിക്കണം. ആ കഴുത്തിൽ മഹിയുടെ പേരിലുള്ള താലി ചാർത്തണം എനിക്ക്. സർ, ഞാനിവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. ശരി.